മലയാള സിനിമയിലെ പവർ സ്ട്രക്ചേഴ്സ്, അധികാര ഘടന എങ്ങനെയാണ്? അത് സത്യത്തിൽ എനിക്കും അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞേനെ. പക്ഷെ ഇതിനകത്ത് മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ഫോർ ഷുവർ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെയുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ബി ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹം ഈ ചരടുവലിയുടെ ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ ഈ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് മറ്റുള്ളവരെക്കാൾ കുറച്ച് സംസാരശേഷി ഉള്ളത് കൊണ്ടും ഒക്കെ അദ്ദേഹം കുറച്ച് എല്ലാ സംഘടനകളിലും കയറിയിരുന്ന് മെഴുകുന്ന ഒരു പരിപാടി പുള്ളിക്കുണ്ട്. പിന്നെ ഇത് കൂടാതെയുള്ള രണ്ട് പേരെന്ന് പറയുന്നത് ശ്രീ സുരേഷ് കുമാറും ശ്രീ സിയാദ് കോക്കറുമാണ്. നമ്മൾ നോക്കുമ്പോൾ അവർ സംഘടനയുടെ ഇപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോസ്റ്റിലായിരിക്കാം. പക്ഷെ ഇവരാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഇവരുടെ കൺട്രോളിലാണ്. ഇപ്പം സിയാദ് കോക്കർ എന്ന് പറയുന്ന ആള് അവിടെ കൺട്രോൾ ചെയ്യുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ഡമ്മിയെ വെച്ചിട്ടാണ്. മനസ്സിലായോ? അപ്പൊ ആ ഡമ്മി അവിടെ വെച്ചോണ്ട് സിയാദ് കോക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ അടക്കി ഭരിച്ചോണ്ടിരിക്കുന്നത്. ഇത് ആളുകൾക്കറിയില്ല.